കന്നിക്കൂറുകാർക്കാണെങ്കിൽ, അതായത് ഉത്തരത്തിന്റെ ആദ്യത്തെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നിക്കൂറുകാർക്ക് പുതുവർഷ ഫലത്തിൽ പുതുവർഷത്തിന്റെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കന്നിക്കൂറുകാർക്ക് പൊതുവെയുള്ള ചിന്ത എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, അവർക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ കുറച്ച് പ്രയാസപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം വിചാരിച്ചു, അല്ലെങ്കിൽ അത് ഇന്ന ദിവസം നടത്താമെന്ന് വിചാരിക്കുമ്പോൾ ആ ദിവസത്തിൽ പ്രത്യേകപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടക്കം വന്നു പോകാനുള്ള സാധ്യത ഈ വർഷത്തിൽ പല ലഗ്നങ്ങളിലായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വിചാരിച്ച കാര്യം നടക്കും. പക്ഷെ നമ്മൾ നിശ്ചയിച്ച സമയത്ത് നടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ കുടുംബപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം പ്രത്യേകപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ധനത്തിനും കുടുംബത്തിനും ഐശ്വര്യവും അഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെ പറയാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിലും സന്താനങ്ങളുടെ സ്വഭാവ രീതിയിലും സന്താനങ്ങളുടെ നടത്തിപ്പിലും വളരെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അവരുടെ ശിക്ഷണത്തിൽ നല്ല ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷം. വളരെ പ്രതീക്ഷയോടുകൂടി ഈ വർഷത്തിൽ പല കുടുംബ അംഗങ്ങളും അതുപോലെ തന്നെ ബന്ധു സമൂഹങ്ങളും അതുപോലെ തന്നെ സുഹൃത്ത് സമൂഹങ്ങളും എല്ലാം അവർക്ക് അനുകൂലപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് തന്നെ അതിന് ഈ വിശേഷത്തിൽ പറയപ്പെടുന്ന പുതിയ ഭവനം വെച്ച് അതിൽ താമസിക്കുവാനുള്ള യോഗം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പുതിയ ഭവനം വെച്ചാൽ താമസിക്കാനുള്ള യോഗം ഉണ്ടാവും. പുതിയ ഭവനം വെക്കാൻ വേണ്ടി പുതിയ ഭൂമി വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ടാവും. ആ ഭൂമിയിൽ പുര വയ്ക്കാനുള്ള സാധ്യതയുണ്ടാവും. അത് അവരുടെ ആഗ്രഹപ്രകാരം സാധിക്കും എന്നുള്ള പറയുന്നത്. ആഗ്രഹപ്രകാരം പറഞ്ഞാൽ അവർ ഏത് ലെവലിൽ വിചാരിക്കുന്നുവോ ആ ലെവലിൽ വിചാരിക്കും. പക്ഷെ കുറച്ച് നീണ്ടുപോകും എന്ന് മാത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പറ്റില്ല, കുറച്ച് നീണ്ടുപോകും. അപ്പോൾ ഭവന നിർമ്മാണമാണെങ്കിലും അത് കുറച്ച് നമ്മൾ ഉദ്ദേശിച്ച സമയത്തായിരിക്കില്ല, കുറച്ച് നീണ്ടു പോകും എന്നുള്ളത് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നടക്കും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ബന്ധു സമൂഹങ്ങളുമായിട്ട് ചിലപ്പോൾ സ്വരച്ചേർച്ചകളെല്ലാം വരുവാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ ബന്ധു സമൂഹങ്ങളായിട്ട് വാക്ക് തർക്കത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനസമൂഹത്തിലും ജനസമൃദ്ധിയിലും, അതായത് ജനങ്ങളുമായിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനസമൃദ്ധിയോട് കൂടിയിട്ടും ജനങ്ങളാൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ആളുകളാണെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ലെവലിലുള്ള, അതായത് നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ നേതൃത്വം കൊടുക്കലും മറ്റുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ നവികളാണെങ്കിൽ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വാക്ക് തർക്കത്തിൽ ഇടപെടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് ചില വാക്ക് തർക്കങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധി വരുവാനുള്ള സാധ്യതയുണ്ട്. ആ വൈരാഗ്യ ബുദ്ധി നമ്മൾ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട്. അവിടേക്കാണ് പ്രത്യേക ശ്രദ്ധിക്കുന്നത്. പക്ഷെ പ്രജ്ഞാബന്ധ വിവേകശക്തി പുരാതനം വളരെ ബുദ്ധിപൂർവപരമായിട്ടുള്ള നീക്കത്തിലൂടെ അതിനെല്ലാം ചെറുക്കാനുള്ള ശക്തി കിട്ടും എന്നുള്ളതും ഈ പുതിയ വർഷത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിക്ക് പ്രത്യേകപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഈ വർഷത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. സർവഭീഷ്ടകാമ ജ്യേഷ്ഠപഞ്ചന, സർവ ഐശ്വര്യങ്ങളിൽ പ്രതിദാനം ചെയ്യുന്നതും പെട്ടെന്നുള്ള ധന വരുമാനത്തിനുള്ള മാർഗങ്ങളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വൻ ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളും ഭവന നിർമ്മാണത്തിലൂടെയോ വില്ലകൾ, കൺസ്ട്രക്ഷൻ വർക്കുകൾ, വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നീ മേഖലകളിൽ നല്ല വരുമാന വർധനവും ലാഭങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ നല്ല അത്ഭുതപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ നല്ല കുതിപ്പുകൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്കാകട്ടെ, ഡോക്ടേഴ്സുകൾക്കായിക്കോട്ടെ, അതിൽ പങ്കെടുക്കുന്ന നഴ്സുമാരായിക്കോട്ടെ, അതിൽ പങ്കെടുക്കുന്ന എല്ലാവിധ ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പഠിക്കുന്നതും ഹോസ്പിറ്റലേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ പഠിക്കുന്നവർക്കും നല്ലൊരു പെരുമഴ കാലം തന്നെയായിരിക്കും. എല്ലാവർക്കും ഒരു ഊർജിത സംബന്ധമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷം. പുതിയ വർഷത്തിൽ അവർക്ക് പുതിയ മാറ്റങ്ങളും തൊഴിൽ മാറ്റങ്ങളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ ഉണ്ട് എന്ന് പറയുന്നത്
തൊഴിലിൽ പ്രത്യേകപരമായിട്ടുള്ള ഊന്നൽ കൊടുക്കും ഈ കന്നിക്കൂറുകാർ എന്ന് പറയുന്നത്. ആ പുതിയ ഊന്നൽ കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല വരുമാന മാർഗങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ തൊഴിലിനെ പറ്റിയിട്ട് അന്വേഷിക്കും. പുതിയ തൊഴിൽ, ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ എങ്ങനെ വിപുലീകരിക്കാം എന്നുള്ളതും അന്വേഷിക്കും. പഴയ ലെവലുകളെല്ലാം 2025 അപേക്ഷിച്ച് 2026 ഇവർക്ക് ഉചിതമായിരിക്കും എന്നാണ് ചുരുക്കി പറയുന്നത്. അങ്ങനെയുള്ള വർഷമായിരിക്കും ഈ വർഷത്തിൽ വരുന്നത്. അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ വിവാഹാദി മംഗളകർമ്മങ്ങൾ വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല സ്നേഹത്തോടുകൂടി ആദ്യഘട്ടത്തിൽ പെരുമാറണം എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം. അത് കാരണം പുതുദമ്പതികൾ, പുതിയ കല്യാണം കഴിച്ചിരിക്കുന്നവർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ രാശിയിൽ അല്ലെങ്കിൽ ഈ കൂറിൽ പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭർത്താവാണ് ഈ കൂറിൽ പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അപ്പം നമ്മൾക്ക് ആ ഓർമ്മ വരും, പ്രത്യേകപരമായിട്ട് ഓർമ്മ വരും. വർത്തമാനം പറയുമ്പോൾ എഗനിസ്റ്റ് ആയിട്ടുള്ള വർത്തമാനം പറയുമ്പോൾ ഈ പറഞ്ഞ വാക്ക് പെട്ടെന്ന് മെമ്മറിയിൽ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പിരിയേണ്ടി വരും എന്നാണ് പറയുന്നത്. പൊതുവിവാഹം കഴിച്ചവർ മാത്രമല്ല, വിവാഹം കഴിച്ചവർ ആണെങ്കിലും ഇപ്പോൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ കുറേ വർഷങ്ങളായവരാണെങ്കിലും ചിലപ്പോൾ വാക്ക് തർക്കത്താൽ ചിലപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ വളരെ ദുസ്സഹനമായിട്ടുള്ളൊരു വർഷമായിരിക്കും ഈ വർഷം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു പ്രവർത്തനം കൂടി ഈ വർഷത്തിലുണ്ട്. അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ട്. അങ്ങനെ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. എല്ലാറ്റിനുള്ള പരിഹാരങ്ങൾ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും എന്ന് പറയാം. നാശനഷ്ടങ്ങൾ പറഞ്ഞാൽ വൻകിട നാശങ്ങളൊന്നും വരാതിരിക്കും എന്ന് പറയുന്നത്. നാശനഷ്ടങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതായത് ധനനാശം ഉണ്ടാവും, ആൾനാശം ഉണ്ടാവും, ഭവനനാശം ഉണ്ടാവും, അതുപോലെ തന്നെ തൊഴിൽ അധപതനം ഉണ്ടാവും. അങ്ങനെയുള്ളതൊന്നും വലിയ കാര്യമായിട്ട് സംഭവിക്കില്ല എന്ന് പറയും. കാര്യമായിട്ട് സംഭവിക്കില്ല പറഞ്ഞാൽ വൻ തോതിൽ സംഭവിക്കില്ല എന്ന് പറയുന്നത്. ഭാഗ്യം എപ്പോഴും ഇവരുടെ കൂടെയുണ്ട് എന്നുള്ളതിൽ പറയുന്നത്. മനസമാധാനം ഇവർക്ക് ഈ വർഷത്തിൽ കുറച്ച് കൂടുതലായിട്ട് കിട്ടുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലിനും വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ്സിനും പറ്റിയ ഒരു വർഷം തന്നെയാണ് 2026 എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ തന്നെ ധനലാഭങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം നല്ല ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയും സ്ഥാനമാന പദവികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ആൻഡ് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം നല്ല ഗുണാനുഭവങ്ങളും ബിസിനസ് ലാഭങ്ങളും വർദ്ധിച്ചു വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം നല്ല ഉചിതപരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഈ സമയത്ത് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സംബന്ധമായിട്ടുള്ള ദേവസ്വം ബോർഡ് വെച്ച് പറഞ്ഞാൽ ദേവസ്വം സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും അതിൽ ജോലി എടുക്കുന്നവർക്കും വളരെ അനുഗ്രഹീതപരമായിട്ടുള്ള വർഷമായിരിക്കും. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മെക്കാനിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഫലമായിരിക്കും. അത് കാരണം എന്ത് മെക്കാനിക്കൽ ടൂ വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും വാഹന സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും കുറച്ച് ശ്രദ്ധ വേണം. അതേ സമയത്ത് സ്വർണ്ണാഭരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ സ്റ്റീൽ സംബന്ധമായിട്ടും ഇരുമ്പ് സംബന്ധമായിട്ടും മിഷനറി സംബന്ധമായിട്ടും മേഖലയിൽ പഠിക്കുന്നവർക്ക് ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്, ഭവന നിർമ്മാണം, റോഡ് നിർമ്മാണം, അങ്ങനെയുള്ള പലവിധ നിർമ്മാണങ്ങൾ ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞാൽ മണ്ണ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വാക്കാൽ ജീവിക്കുന്നവർക്ക്, അത് വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്ക് നല്ല ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നിയമ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ദോഷകരമായിട്ടുള്ള സമയമാണ്. അതേ സമയത്ത്
നിയമം കൊണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് പണ്ട് എളുപ്പത്തിരിക്കുന്നവർക്ക് നല്ലതാണ്. പക്ഷെ നിയമ വിദഗ്ധന്മാരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിയമം കൊണ്ട് കൈകാടുന്നവർക്ക് അത്ര ഗുണകരമല്ല, അനുകൂലപരമായിട്ടില്ല. അവർക്ക് അനുകൂലമല്ല, പക്ഷെ അവർക്ക് അനുകൂലമാണ്. അത് ഏൽപ്പിക്കുന്ന പക്കാല തീർക്കുന്നവർക്ക് അനുകൂലപരമായിട്ട് വരും എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവർക്ക് ഹോസ്പിറ്റലേഷൻ കൂടാതെ തന്നെ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള വിമാന സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും എയറോനോട്ടിക്കൽ സംബന്ധമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും പഠനം ചെയ്യുന്നവർക്കും വിമാന സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ആകാശയാത്ര ചെയ്യുന്നവർക്കും ജലസംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷം എന്ന് പറയുക. സേനാധിപത്യം നയിക്കുന്നവർക്ക് അത്ര ഗുണകരമല്ല എന്ന് പറയാം. അതിൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടും എന്ന് പറയാം. കായിക ലെവലിൽ പഠിക്കുന്നവർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. ഇവർക്ക് പരിഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഭഗവത് സേവ മാസത്തിൽ ഒരു ദിവസം ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജൻ നെയ്വിളക്ക് എന്നിവ എല്ലാ മാസത്തിലും നടത്തി വരണം. പറ്റുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നടത്തി വന്നാൽ ഉചിതപരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഉദ്ദിഷ്ട കാര്യം നടക്കാനും ഒരു ഉദ്ദിഷ്ട കാര്യങ്ങൾ നീണ്ടുപോകും എന്ന് പറഞ്ഞില്ല, ആ കാര്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടിയിട്ട് ശാസ്താവിന് എള്ളു പായസം കാര്യസാധനത്തിനായിട്ട് ഒരു എള്ളു പായസം എല്ലാ മാസവും നടത്തേണ്ട എല്ലാ മാസവും നടത്തിയാൽ അത്രയും നല്ല. കാരണം ഒരു കണ്ടക സൈൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നീരാഞ്ജനം നെയ്വിളക്ക്, കറുത്ത പട്ട്, എള്ളു പായസം ഇവയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യാം. പക്ഷേ നീരാഞ്ജന നെയ്വിളക്ക് നിർബന്ധമാണ്. മാസത്തിൽ ഒന്നെങ്കിലും എല്ലാ ആഴ്ചയിലും ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണകരമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ മാസത്തിൽ ഒന്നെങ്കിലും ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. മാസത്തിൽ ഒരു പ്രാവശ്യം ഭഗവത് സേവയും ചെയ്തു വരിക. ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ദോഷാധിക്യങ്ങളിൽ നിന്ന് കുറഞ്ഞു വന്ന് മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രവണത കിട്ടും. നമസ്കാരം.